ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഇന്ന് കിട്ടുമില്ലെന്നറിയില്ല, ചിലപ്പോൾ 2 ദിവസം പിടിക്കും കിട്ടും. അപ്പോൾ നമ്മളങ്ങനെ നല്ല കാറ്റിൻ്റെ ഡ്രസ്സ് ഉണ്ട്. ഹായ്, ഒന്ന് ചായ കുടിച്ചിട്ട് പോവാ വിചാരിച്ചിട്ട് അങ്ങനെ ഫുർജാൻ മാർക്കറ്റിലേക്ക് വന്നേക്കട്ടോ. നമ്മൾ ഫുർജാൻ 34-ലാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ചായ കുടിച്ചിട്ട് പോവാ വിചാരിച്ച്. ഈ സമയത്ത് പുറത്തിറങ്ങൽ ഭയങ്കര കുറവാണ്. കാരണം ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ എങ്ങനെ പോയാലും 6 മണിയൊക്കെ ആയി വന്ന് പിന്നെ ഈ സമയം കിട്ടില്ലല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് ഉച്ചയ്ക്ക് കഴിയും. അപ്പോൾ ഞാൻ ഇന്ന് പോവാന്ന്. അപ്പോൾ പിന്നെ കുറേ ദിവസമായി ഇവിടുന്ന് പുറത്തുനിന്ന് ചായ കുടിച്ചിട്ട് പോയാച്ച്. നല്ല കാറ്റിൻ്റെ ഇടുന്നു, വലിയ അങ്ങോട്ട് ചൂട് അങ്ങോട്ട് എഫക്റ്റ് ചെയ്യണില്ല. ഇനിയിപ്പോൾ പെരുന്നാളാവ് എത്ര നേരത്തെ കുറിച്ച് 3 ദിവസം കൊണ്ടുള്ള ഇവിടെ 3 ദിവസം മുമ്പൊക്കെ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ പോണ്. നമ്മൾ നാട്ടിലൊക്കെ വേഗം എടുത്ത് കഴിയില്ലേ. പിന്നെ എനിക്കിവിടെ അങ്ങനെ അങ്ങോട്ട് ഡ്രസ്സിൻ്റെ ഒരു ഷോപ്പ് ഞാൻ പെരുന്നാൾ അധികം ഉണ്ടായിട്ടില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചുരിദാർ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയി എടുത്ത്. പ്രാവശ്യം എനിക്ക് ചുരിദാർ വേണ്ട, ഗൗൺ ഉടുപ്പ് അങ്ങനത്തെ എന്തെങ്കിലും മതി വിചാരിച്ചിട്ടാണ്. അപ്പം അങ്ങനത്തെ പ്ലാനിലായിരുന്നു. അപ്പോൾ ഞാനൊന്നെങ്കിൽ R&B സെൻറ്റർ പോയിന്റ് മാക്സ് അവിടെ നിന്നാണ് ഈ ഉടുപ്പുകൾ എടുക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഈ ഗേൾസിൻ്റെ ഇത് കിട്ടുന്ന മാത്രം ചെറിയ ചെറിയ ഷോപ്പുകൾ ഉണ്ടാവില്ല, അതിൻ്റെ കസിൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാൻ വിചാരിച്ചിട്ട് ഒരു വ്യത്യാസം വേണ്ടേ. അപ്പോൾ അങ്ങനെ ഷാമയൊക്കെ ഇപ്പോൾ കൂടി ചായയും മുട്ടായൊക്കെ വേണം വേണ്ടി മേടിക്കാൻ പോയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്താൽ നിങ്ങൾ ഖത്തറിൽ നിന്ന് ഉള്ളവർ കാണുന്നുള്ളവർ എവിടെ നിന്നാണ് ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ എടുക്കാറെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യട്ടാ. എന്താ മേടിച്ചിക്കണേ? എവിടെ വെക്കും? അപ്പോൾ ചായയും സംഭവങ്ങളും വന്നിട്ടുണ്ട്. എന്താ മേടിച്ചു കൊടുത്തേക്കുന്നത് നോക്കട്ടെ. മുട്ട ബജി, പിന്നെന്താ എന്താ സാധനം, എന്താ ഇങ്ങനത്തെ സമൂസ തന്നെ. അപ്പോൾ ഒരു മുട്ട ബജി സമൂസയ്ക്കും ഒരു മുട്ട ബജി സമൂസ ഷാമിയൊക്കെ വെക്കും. അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, ഇങ്ങനത്തെ മുട്ട ബജി വല്ലാണ്ട് ഇഷ്ടമല്ല. എന്താണെന്നറിയോ, കടലമാവ് ഇങ്ങനെ കട്ടിയിലിങ്ങനെ നിൽക്കില്ല, അത് ഏത് താല്പര്യമില്ല. ഓക്കെ, അപ്പൊ ഒരു മുട്ട ബജി എനിക്കല്ലേ നല്ല ടേസ്റ്റിന് പൊതിനിട്ട ചായ. അല്ല സമൂസ തിന്നോ? വേറെ തന്നെ സമൂസ അല്ലേ? പപ്പ പറഞ്ഞു മുട്ട ബജി തന്നതിന് ശേഷം മുട്ട തന്നാ മതി. എന്ത് മുട്ട ബജി തന്നതിന് ശേഷം തിന്നാ? എന്താ ഐഡിയ? ടേസ്റ്റ് നല്ല പാകത്തിന് മധുരം, പുതിനയുടെ ഫ്ലേവർ നല്ല പോലെ. പിന്നെ ഞാൻ പൊളിച്ചിടാ പറഞ്ഞല്ലേ. എന്താണ് എന്ത് മുട്ടായി? കളറാവണ്ട, ഡ്രസ്സ് മാക്കരുതട്ടാ. നേരത്തെ എന്റെ ഷോളിന്റെ ഇവിടെ ചോക്ലേറ്റ് തേച്ച് ഞാൻ കേറുമ്പോ തേച്ച് ഞാൻ കണ്ടില്ല. ഇപ്പൊ വീഡിയോ എടുത്തപ്പോഴാണ് അതവിടെ കാണുന്നത്. പിന്നെ ഷാള് മറിച്ചിട്ട് എന്താ ചെയ്യാ. ഇബു ആരുടെ മേത്ത് ചോക്ലേറ്റ് തേച്ചേ? അതിന്റെ വായ നോക്കട്ടെ. എന്തത് ഒരു ഈ ഫുർജ മാർക്കറ്റിൽ എന്താന്ന് പറയുക, കുട്ടികളെ പറ്റിക്ക് ഇങ്ങനത്തെ ഓരോ ഉടായ്പ മുട്ടായിണ്ടാവും. അവർക്ക് ഇങ്ങനത്തെ തന്നെ വേണം. വെറുതെ കുട്ടികളെ ഇതാക്കുള്ള മുട്ടായി. നൈബുവിന്റെ മുടിയും വെട്ടണല്ലേ, തേങ്ങ മുട്ടായാണ്. നൈബുവിന്റെ മുടി വെട്ടണം, നമുക്ക് പിന്നെ ഡ്രസ്സ് എടുക്കണം. 2 കാര്യമുണ്ട് അല്ലേ ഐബു? ഇത് തിന്നാല് മേത്തൊന്നാക്കണേ. ഞങ്ങളിപ്പോ വില്ലേജിലാണ് വന്നിരിക്കുന്നത്. ബറോ വില്ലേജിൽ നമ്മളന്ന് വന്ന കട തൊട്ടപ്പുറത്ത് റീകള് കഴിഞ്ഞ പ്രാവശ്യം. പക്ഷെ ഇപ്പൊ നമ്മൾ ഹൗസ് ഓഫ് ലൂം എന്ന് പറഞ്ഞിട്ടൊരു കടയൊക്കെയാണ് പോണത്. അവിടെ ഉടുപ്പ് കിട്ടുമോ എന്താ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഷാമയൊക്കെ ഈ ഒരു ഷോപ്പിൽ കയറി നോക്കിയേക്ക്. ഇവനായിട്ട് അതിൻ്റെ ഉള്ളിൽ പോയി ആകാലമ്പ് ഇവിടെ നോക്കിയാ ഇവനായിട്ട് സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ അവനായിട്ട് പുറത്ത് ഇങ്ങനെ നിൽക്കായിരുന്നു. എന്താ ചെയ്യണേ? അയ്യോ എന്താ ചെയ്യണേ?
ഷാമയൊക്കെ ഒരു കടയിൽ ഒരു അടുത്ത കടയില് എടുത്തിട്ടില്ല. ഷാമയൊക്കെ ഇങ്ങനെ നോക്കി നോക്കി ചെക്ക ഉള്ളി കയറി പോയിട്ട് ആദ്യം നമ്മൾ ഷാമയൊക്കെ എടുക്കാൻ കയറിയത് എന്താ വെച്ചാൽ മൂപ്പരാളത് കണ്ട് കഴിഞ്ഞാൽ പിന്നെ ഐബുനെ നോക്കിക്കഴിഞ്ഞ് എനിക്ക് സ്വസ്ഥമായിട്ട് പർച്ചേസ് ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ് അവിടെ കയറിയതിട്ട്. അതിൻ്റെ ഇടയിൽ മൂപ്പരാൾ വിക്രസുകൾ കണ്ടില്ലേ, എങ്ങനെയൊക്കെ എവിടെയെങ്കിലും എത്തിയ വിക്രസ് പരിപാടി തന്നെ. ഷാമയൊക്കെ ഇപ്പോൾ പറവയിൽ തന്നെ 3 കടയിൽ നമ്മൾ അടുപ്പിച്ച് കയറിയിട്ടാണ്. പക്ഷെ ഒരു കടയിൽ നിന്ന് ടീഷർട്ട് കൊടുത്ത് ഒരു കടയിൽ നിന്ന് ഷർട്ട് കൊടുത്ത് ലാസ്റ്റ് കയറിയതിൽ പിന്നെ ഒന്നും അങ്ങനെ വല്ലാണ്ട് പറ്റിയില്ല. അപ്പം പിന്നെ വേഗം അവിടെ നിന്ന് ഇറങ്ങി. മൂപ്പുകൾക്ക് അല്ലെങ്കിൽ നാട്ടിലത്തെ ഈ 5 സ്ലീവിൻ്റെ അത്ര അടിപൊളിയൊന്നും ഇവിടെ കിട്ടില്ല പറയേണ്ടത്. നാട്ടിൽ എപ്പോഴും ഷൊർണൂരായാലും നമ്മളവിടെ ആയാലൊക്കെ നല്ല നല്ല 5 സ്ലീവിൻ്റെ ഷോപ്പുകളും നല്ല ട്രെൻഡി ആയിട്ടുള്ള ജീൻസും അങ്ങനത്തെ ഒക്കെ ഉണ്ടാവാറുണ്ടേ. പിന്നെ നമ്മൾ ഐബൂനെ നോക്കാൻ വേണ്ടി അഡ്വാന്ന് പറഞ്ഞിട്ട് ഈ കരയിൽ കയറിയിട്ടോ. പക്ഷെ എന്താ വെച്ചാൽ അവിടെ ഒക്കെ തിരക്ക് പറഞ്ഞാൽ അവിടെ ഇവിടെ ഒക്കെ ഡ്രസ്സുകൾ ഇട്ടേക്കുക. പിന്നെ ഇവനാണെങ്കിൽ എന്തോ വേണം അത് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇട്ടുവെക്കാൻ കറക്റ്റ് സമ്മതിക്കണുണ്ടായിരുന്നില്ല. നമുക്ക് വല്ലാണ്ട് അങ്ങോട്ട് അവിടെ നിന്ന് ഇട്ടുവെക്കി രണ്ടും അവനക്ക് ഭയങ്കര ഓവർ സൈസ്ഡാണ്. പിന്നെ വേറെ ഒന്നും അവർക്ക് എടുത്തരാൻ സമയമില്ല, നല്ല തിരക്കുമ്പോൾ നമ്മൾ വേഗം ഇറങ്ങി. പക്ഷെ ചൂടൊക്കെ തുണിയല്ലേ, അങ്ങനത്തെ പറ്റിയില്ലല്ലേ. ഇതെന്തെങ്കിലും കയ്യോ. ഹൗസ് ഓഫ് ലൂമിൽ വന്നു, ബർവ വില്ലേജിൽ. ഒരു തേങ്ങ ഉണ്ടാക്കില്ല. ഞങ്ങളിങ്ങനെ പുറത്ത് വേറെ ഏതെങ്കിലും തപ്പി നിൽക്കുന്നു. ഇപ്പൊ ഇവിടെ ഒക്കെ ചുരിദാറ വരുന്നു തോന്നുന്നുണ്ട്, ഗൗണൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ചുരിദാറൊക്കെ വന്നപ്പോ കുറെ ഗൗൺ ഉണ്ടായിരുന്നു. ഓരോ സമയത്ത് ഓരോന്ന്. ഇവിടുത്തെ ഹൗസ് ഓഫ് ലൂംസിലൊന്നും ഫുൾ ചുരിദാർ ഗൗൺ സെയിൽ. ഇനി വേറെ തപ്പണം. ഐബോനും കിട്ടി, ലിക്കും കിട്ടില്ല. ഷാമിയൊക്കെ 2 കിട്ടി. നല്ല കാറ്റ്, നല്ല സുഖമുണ്ട്. ഒരു പെരുന്നാളിനും എനിക്ക് ഇത്ര അധികം ഡ്രസ്സ് തപ്പിയിട്ട് പോയിട്ടില്ല കേട്ടോ. അത്രക്കും അധികം ഇപ്രാവശ്യം നടന്നേക്കണേ. ഫസ്റ്റ് തന്നെ ബർവ വില്ലേജിൽ 2 ഷോപ്പിൽ പോയി, അവിടെ നിന്ന് പറ്റിയില്ല. നേരെ വിട്ട് എസ്തനോയാസിൽ ഇത് ഫസ്റ്റ് ഷെറിങ് കൗച്ചർ എന്ന് പറഞ്ഞിട്ട് ഷോപ്പിൽ കയറി. അവിടെ എന്താ വെച്ചാൽ ഭയങ്കര ഓവർ പേസ്റ്റ്, 250 മേലക്കുള്ളൂ. അത്രക്കൊന്നും നമ്മൾ ഗൗൺ ഇടേണ്ട ആവശ്യമില്ല എപ്പോഴേലും ഇടുന്ന സാധനത്തിന് വേണ്ടിയിട്ട്. പിന്നെ അവിടെ തന്നെ വേറെ 2 നെയ്യൂറയും റഹീബും എന്ന് പറഞ്ഞിട്ട് 2 ഷോപ്പുണ്ട്. രണ്ടിൻ്റെ കസിൻ പറഞ്ഞു തന്നാട്ടാ. അപ്പോൾ പിന്നെ അവിടെയും കൂടി പോയി നോക്കാൻ വിചാരിച്ചിട്ട് അവിടേക്ക് പോയി. നല്ല തിരക്കുണ്ടായിരുന്നു. പെരുന്നാളിന് 2 ദിവസം മുമ്പായോണ്ട് എന്താണെന്നറിയില്ല, അത്യാവശ്യം ആൾക്കാരും സ്പ്ലെൻഡഡ് ആയിരുന്നു ഫുള്ള്. നീല രസമുണ്ട്, പക്ഷെ വലുതാ. ഏതാ സാധനം സെപ്പറേറ്റ് കൗണ്ട് പോത്തുന്നു. ഇതെനിക്കിഷ്ടപ്പെട്ടു, പക്ഷെ നോക്ക് ഒന്നും എൻ്റെ സൈസല്ല. ഒന്നും എൻ്റെ സൈസ്. റഹീബിന് വേഗം ഇറങ്ങിയിട്ട് പിന്നെ നെയ്യോറെ പോയി നോക്കി. അപ്പോൾ ഈ ഒരു ടൈപ്പ് എനിക്ക് ഇഷ്ടമായി. പക്ഷെ എന്താ വെച്ചാൽ ഒരു പുതുമ തോന്നില്ല. ഇട്ടപ്പോഴും ഒരു പുതുമല്ല, ഒരു നോർമൽ സാധനം. ഈ നടുവിൽ ഇതൊക്കെ ആയിട്ട് ചെയ്തിട്ടുള്ള പണ്ടത്തെ ഒരു മോഡലല്ലേ, ഈ കഹിന്നറൊക്കെ ഇട്ടുള്ള. അപ്പോൾ എനിക്കൊരു ഇത് തോന്നിയില്ല. പിന്നെ അത് ഉറപ്പിച്ചില്ല, കസക്കായിട്ട് എടുക്കണല്ലോ ചോദിച്ചാൽ ഉറപ്പിച്ചില്ല, എടുത്തില്ല. പിന്നെ അങ്ങനെ നേരെ ഐബൂന് മുടി വെട്ടാൻ വേണ്ടി പോയി. കാരണം കുറേ അയക്കണം. കുറേ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം ഷാമിയക്കയുടെ ഇതിൽ സൈഡ് വെട്ടുക, ബാക്ക് വെട്ടുക, അങ്ങനെ എന്നല്ലാണ്ട് പിന്നെ അവനൊരു 9-10 മാസമുള്ളപ്പോൾ അനിയൻ കൊണ്ടുപോയിട്ട് നാട്ടിൽ നിന്ന് വെട്ടിച്ചതാണ്. നമ്മളെ പക്ക ബാർബർ ഷോപ്പിൽ പോയിട്ട്. അതിന് ശേഷം പിന്നെ വെട്ടിയിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ ഷാമിയക്കയോട് പറഞ്ഞു, ഒന്ന് ഒപ്പം വെട്ടിക്കണം, എന്നിട്ട് പിന്നെ വളർത്തി എന്താ വെച്ചാൽ ചെയ്താലും കുഴപ്പമില്ലല്ലോ. കുട്ടികൾക്ക് എപ്പോഴും ഒപ്പം വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ വളർത്താമല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഷാമിയക്കൊക്കെ വലിയ ഇതൊന്നുമില്ല. ഞാൻ കൺവിൻസ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോയിട്ട് എന്തായാലും മുടി വെട്ടിക്കായി വിചാരിച്ച് കൊണ്ടുപോയതാട്ടാ. അവിടെ കുഴപ്പമില്ലാണ്ടൊക്കെ ഇരുന്ന്, കാരണം എന്താ വെച്ചാൽ കാർട്ടൂണൊക്കെ ഫ്രണ്ടിൽ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കുറച്ച് പേരൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് ഇരുന്ന്. എന്നിട്ട് ഊപ്പരാൾ അങ്ങനെ ഡ്രസ്സ് കിട്ടിയില്ല. ഐബുന് മുടി വെട്ടല് കഴിഞ്ഞു. ഷാമിയാക്കാക്ക് ഡ്രസ്സ് കിട്ടി, ഇക്ക് ഡ്രസ്സ് കിട്ടിയില്ല.
ഒരു കാര്യം പറയട്ടെ, ഖത്തറിലുള്ള ഒരു കമന്റ്, നിങ്ങൾ എവിടുന്നാണ് ഡ്രസ്സ് മേടിക്കാറ്? എന്താണ് ഇവിടെ ഒരു ഡ്രസ്സും ഇല്ലല്ലോ. എസ് സൈസുള്ള എവിടുന്ന കിട്ടുന്ന എക്സ് എക്സസ് ഒന്നുമില്ല. സ്റ്റാർട്ടിങ് തന്നെ ലാർജും എക്സലും. എന്താ നമുക്കും ജീവിക്കണ്ടേ? നമ്മളെ പോലത്തെ ചെറിയ ആൾക്കാർക്ക് ഇവിടെ ജീവിക്കണ്ടേ? ഗൗണുകളൊക്കെ അങ്ങനത്തെ സ്റ്റാർട്ട് ചെയ്യണേ. സങ്കട നാട്ടിലൊക്കെ എത്രയുണ്ട്. 4 ഷോപ്പിൽ കയറി, 4 ഷോപ്പിൽ നല്ല ഡ്രസ്സുകൾ. പക്ഷെ ഭയങ്കര ലെങ്ത്തും ഭയങ്കര വിടുത്തും. അപ്പൊ കുറച്ചൊരു സങ്കടമായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് ഓക്കെ ആയതാണ്. ചെക്കനെ മുടി കെട്ടി കുറച്ച് ഓക്കെ ആയി. എന്താ ലൂലുക്ക് വേണ്ട. എന്നാ ശരി, പാർട്ട് 2 ആയിട്ട് നാളെ കാണാം. നാളെ വീണ്ടും സന്ധിക്കും വരെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ. ബൈ. അങ്ങനെ വീട്ടിലൊക്കെ എത്തി. ഇന്ന് ഞങ്ങള് ഒരു ഗ്രോസറി ഷോപ്പിങ്ങിന് പോയിന്റ് എന്നിട്ടാണ്. അപ്പം ഇത് മേടിച്ചതാ. ഇഡ്ഡലി കണ്ടപ്പോൾ ഒന്ന് മേടിച്ച് നോക്കിയത് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ. എന്താവുന്നറിയില്ല. പിന്നെ പൊതുവേ ഉണ്ടാക്കാറില്ല, ദോശ ഉണ്ടാക്കാറ്. ഇഡ്ഡലി ചട്ടി നമ്മളില്ല. ഇഡ്ഡലിക്കും ഷാമിയക്കും ഇഷ്ടലിക്കും ഇഷ്ടമല്ല. പക്ഷെ കുറേ ആയിട്ട് തിന്നാണ്ടാകുമ്പോൾ നമുക്കൊരു സാധനം തിന്നാൻ തോന്നുമല്ലോ. അപ്പം അങ്ങനെ കണ്ടപ്പോൾ മേടിച്ച നാളിനുണ്ട്. ഇതൊന്ന് സ്റ്റീം ചെയ്ത് നോക്കി നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. പിന്നെ ഓൾറെഡി ഞാൻ ചിക്കൻ കറി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. വെച്ച് ഓഫാക്കിയിട്ട് പോയത് എന്താണെന്നൊന്നും അറിയില്ല. കുക്കർ തുറന്നിട്ട് പോലെ തുറന്നിട്ട് ഇനി നോക്കി നോക്കട്ടെ എന്താ അവസ്ഥ എന്നുള്ളത്. അങ്ങനെ അങ്ങനെയൊക്കെ തുറന്ന് കാണാനൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ടേസ്റ്റും കൂടി നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെറ്റാക്കട്ടെ. അങ്ങനെ ഇഡ്ഡലിയും ചിക്കൻ കറിയും യാ. അപ്പോൾ ഇഡ്ഡലി കാണിക്കുന്നത് ആദ്യം നമ്മൾ മൈക്രോവേവ് ഒരു എത്ര മിനിറ്റാ, ഒരു 30 സെക്കൻഡ്സിന് മൈക്രോവേവ് വെച്ചിട്ട് പിന്നെ 1 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാനാണ് കാണിക്കണം. എന്തായാലും നോക്കി നോക്കട്ടെ എന്താവും എന്നുള്ളത്. ഇന്ത്യ കോഫി ഹൗസിൻ്റെ ആകുമ്പോൾ പിന്നെ വല്ലാണ്ട് കുളവാൻ ചാൻസ് ഇല്ല. ഒരു 50-50 ചാൻസ് ഉണ്ട്. 50 അല്ല, 80% തന്നുള്ള ചാൻസ് ഉണ്ട്. ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇട്ടിട്ടോ. ഹായ്, നന്നായി ഇഡ്ഡലി, സൂപ്പർ സാധനം. നമ്മൾ മേടിച്ച് നോക്കട്ടാ. പക്ഷെ 1 മിനിറ്റ് ഇല്ല സ്റ്റീം ചെയ്തത്, 2 മിനിറ്റ് സ്റ്റീം ചെയ്യേണ്ടി വന്നല്ല. ഓക്കെ എന്താ പൊട്ടി പോയിരുന്നു. സൂപ്പർ സാധനം. അപ്പോൾ ഓക്കെ, ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. അപ്പം ഇനി നാളെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ബാക്കിയാണ്. ബൈ. അപ്പം നമ്മളിതാ പാർട്ട് 2 ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവണേ. ഇന്ന് പിന്നെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ലേറ്റ്, നോർമൽ ടൈമല്ലേ? കുറക്ക് നോർമൽ ടൈമല്ല. അപ്പം പിന്നെ ലേറ്റായി ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നിപ്പോൾ ഐബോനും എടുക്കണം, ഇക്കൊടുക്കണം. ഇന്ന് സെൻട്രൽ പോയിന്റ് തന്നെ പോയി നോക്കാൻ വെച്ച്. വേറെ ഒന്നും കിട്ടിയില്ലല്ലോ. ഇനിയിപ്പോൾ സെൻട്രൽ പോയിന്റിൽ ഉണ്ടാവും വിചാരിക്കാം. ഐബൂനും എടുക്കണം. അപ്പം നമുക്ക് ഇന്നത്തെ ഡ്രസ്സ് എടുക്കൽ വിശേഷങ്ങൾ കാണാം. എന്തൊക്കെ ആവുന്നു, കിട്ടോ ഇല്ലേ കണ്ടറിയാം. നമ്മളിപ്പോൾ ഐബൂന് ഡ്രസ്സ് എടുക്കാൻ ട്രെൻഡ് ഫിറ്റ് കാണുമ്പോൾ അടിപൊളി ഷോപ്പാണ്, നോക്കി നോക്കാം. നമ്മൾ അപ്പുറത്ത് വീട്ടിട്ട് ഇത്ത പറഞ്ഞു തന്നിട്ട് നമ്മൾ പോയി നോക്കിയ ഷോപ്പാട്ടാ. പക്ഷെ പോയി നോക്കിയപ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ട്. ഹലോ കടല്ലേ അവള് മുടി കെട്ടിയപ്പോൾ ഒരു വൃത്തിയുണ്ട് കേട്ടോ. പിന്നെ കുറച്ചൊരു വലുത് വേണ്ട, ഇതിൻ്റെ കുറച്ചൊരു വലുത് വേണോ? നമ്മൾ കൂടുതലായിട്ട് ഐബുന് R&B സെൻട്രൽ പോയിന്റ് അവിടെ നിന്നൊക്കെ എടുക്കാറ്. പക്ഷേ ഈ നാട്ടിൽ കിട്ടുന്ന പോലെ സ്റ്റൈലിഷ് 5 സ്ലീവ് അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സുകൾ ഇവിടെ കണ്ടിട്ടേ ഇല്ല. ഈ സെൻട്രൽ പോയിന്റ് അവിടെ നിന്നൊക്കെ നോർമൽ ഒരു ടീഷർട്ടും കുപ്പായം അല്ലെങ്കിൽ അതുപോലത്തെ കോട്ട് സെറ്റ് അങ്ങനത്തെ കണ്ടിട്ടുള്ളൂ. ഒരു വെറൈറ്റി ഇതുപോലത്തെ ഇല്ല. അപ്പോൾ പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ പോയി നോക്കിയതാട്ടോ ഇവിടേക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല സ്റ്റൈലിഷ്, നല്ല ഓവർ സൈസ്ഡ് ആയിട്ടുള്ള 5 സ്ലീവ് നല്ല നല്ല ഡ്രസ്സുകളുണ്ട്. അപ്പോൾ തന്നെ അവന് കിട്ടി നോക്കിയപ്പോൾ തന്നെ ഷാമിയാക്കൊക്കെ ഇക്കും പറ്റി. കാരണം നാട്ടിൽ നിന്ന് അവനക്ക് ഇങ്ങനത്തെ കിട്ടിയിട്ടുള്ളൂ. ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനത്തെ കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല. ചെക്കൻ എന്തായാലും നല്ലതായതുകൊണ്ട് ഒരു 4 എണ്ണമൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടാ. പിന്നെ അത്ര ഓവർ പ്രൈസ്ഡും അല്ല, നമുക്ക് നോർമൽ ബഡ്ജറ്റിലുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കുട്ടികൾക്ക് നല്ല ഇങ്ങനെ ട്രെൻഡി ഡ്രസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ വന്നൊക്കെ
ഇത് കടറപ്പേ ട്രെൻഡ് ഫിറ്റ് എന്നാണ് നമ്മളെ ബർവ വില്ലേജിൽ കേട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് നോക്കാൻ നല്ലതാണ്. അവിടെ നമ്മൾ നേരെ ബർവയിൽ തന്നെ പിന്നെ സെൻട്രൽ പോയിൻറ്റ് മാക്സൊക്കെ ആയിട്ട് വലിയ ഷോറൂം ഉണ്ടല്ലോ, അപ്പോൾ അവിടേക്ക് പോയി. ഇവിടെ വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ അറബിക് ഗൗൺ അല്ലെങ്കിൽ അങ്ങനത്തെ പാകിസ്ഥാനി ഗൗണിൻ്റെ ടൈപ്പ് ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് കുഴപ്പമില്ല, ഇപ്രാവശ്യം എന്തായാലും ഇവിടെ പോയി നോക്കുക, ഇവിടുന്ന് മിക്കത് ഞാൻ അറബിയിൽ നിന്ന് തന്നെ എടുക്കാറ് ഡ്രസ്സ്. അങ്ങനെ വിചാരിച്ച് പോയി നോക്കിയപ്പോൾ സെൻട്രൽ പോയിൻറ്റിൽ കുറേ ഉടുപ്പുകളുണ്ട്, അത്യാവശ്യം കുറേ ഉടുപ്പുകളുണ്ട്. പക്ഷെ ഒന്നാമത് പ്രൈസ് ഭയങ്കര കൂടുതൽ, 150 ആ റേഞ്ചാണ്. അതിന് മാത്രമുള്ള ഉടുപ്പുകൾ ഗൗണുകൾ ഉണ്ടാകുക ചോദിച്ചാൽ അത്രയ്ക്ക് കണ്ട് അടിപൊളി എന്ന് പറയാമല്ല. പിന്നെ പ്രാവശ്യം കുറേ കോഡ് സെറ്റ് കാണുന്നത് ഒരേപോലത്തെ. എനിക്ക് കോഡ് സെറ്റിനോട് വലിയ വേണ്ട എന്നുള്ള മൈൻഡ് സെറ്റിലായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ കോട്ടൺ ടൈപ്പ് ഉടുപ്പുകൾ അതും എനിക്ക് വല്ലാണ്ട് അങ്ങനെ ഒരു തൃപ്തി ആയില്ല. പിന്നെ ഈ യെല്ലോ ടൈപ്പ് ഞാൻ ഇപ്പോൾ എടുത്തത് എനിക്ക് ഇഷ്ടമായിപ്പോൾ ഇട്ട് നോക്കുമ്പോൾ ആകെ എക്സൽ മാത്രമേ എനിക്ക് ലൂസ് ആമ്പിച്ച് ഭയങ്കര. അപ്പോൾ പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ മാക്സിൽ പോയി. മാക്സിൽ നമ്മൾ ഈ കയറുമ്പോൾ പിന്നെ ആ റോസ് സാധനം നമുക്ക് ആ ഡിസ്പ്ലേയിൽ കിടക്കേണ്ടത് നല്ലോണം പറ്റിയേക്കണേ. പക്ഷെ എന്നാലും വേറെ കുറച്ചും കൂടി നോക്കാൻ വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് മാക്സ് ഇവിടുത്തെ ഭയങ്കര സെലക്ഷനുണ്ട്, അതുപോലെ നല്ല തിരക്കുണ്ട് എന്നിട്ട് ആൾക്കാരെ കൊണ്ട്. പിന്നെ ഇങ്ങനെ ഓരോന്നായിട്ട് ഞങ്ങൾ നോക്കിയിരുന്നു. അവിടെ നല്ലപോലെ ഉടുപ്പുകളുണ്ട്. പക്ഷെ ഒന്നും ഇത് പറഞ്ഞ പോലെ ചിലത് നമുക്ക് കാണുന്ന ഇഷ്ടമാകുമ്പോൾ ഇട്ട് വെക്കുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. അങ്ങനത്തെ ഈ ബ്രൗൺ എനിക്ക് ഇഷ്ടമായി, പക്ഷെ പെരുന്നാളിന് ഇടാൻ പറ്റിയ പോലത്തെ ഒരു ഇത് തോന്നിയില്ല, കാഷ്വലായിട്ട് ഇടാൻ വിചാരിച്ചു. പിന്നെ അവസാനം നമ്മൾ കയറുമ്പോൾ കണ്ട ആ റോസിലേക്ക് പീച്ചിലേക്ക് എന്നെ കണ്ണുപോയി. എന്താ വെച്ചാൽ ഈ കളർ എൻ്റെ നോർമലായിട്ട് ഇല്ല, ഇതിൽ അധികം ഇല്ല. പിന്നെ ആ ഫ്ലോറൽ പ്രിൻറ്റും വലിയ കുഴപ്പമില്ലാത്ത തോന്നി. അപ്പോൾ പിന്നെ അതും വേറൊരു കഫ്താൻ ടൈപ്പ് എനിക്ക് ഇഷ്ടമായി. അതൊക്കെ കൂടിയിട്ട് ട്രയൽ റൂമിൽ പോയിട്ടാണ്. പക്ഷെ കഫ്താൻ ഇട്ട് നോക്കുമ്പോൾ തീരെ ചൊവ്വില്ല. പക്ഷെ ഇതിട്ട് നോക്കുമ്പോൾ എനിക്കിഷ്ടമായി. വള്ളിയൊന്നും കൂടി കറക്റ്റായിട്ട് കെട്ടി സെറ്റാക്കണം. അപ്പോൾ പിന്നെ അവിടുന്ന് അത് എടുത്ത് എന്നിട്ട് പിന്നെ അതിന് ആക്സസറീസ് നോക്കാൻ വേണ്ടിയിട്ട് പോയി. അതിന് കുറച്ച് മാലയും കമ്മലൊക്കെ നോക്കാണ്ട്. ഇപ്പോൾ ഫുള്ള് വന്നേക്കുന്നത് ഇതാ ഈ ഫ്ലവർ ടൈപ്പായിട്ട്. ഇതിൻ്റെ വെള്ളമുണ്ട്, ബ്ലാക്ക് ഉണ്ട്, റോസ് ഉണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഫാഷൻ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു റോസ് പീച്ച് പോത്തന്നെ അതിന് മാച്ച് ആവണ നല്ലപോലെ മാച്ച് ആവണ ഒരു ഇത് കണ്ട്. അപ്പോൾ പിന്നെ അത് അവിടെ നിന്ന് എടുത്ത് അങ്ങനെ പിന്നെ ആ ഡ്രസ്സ് കൊടുത്ത് ഈ ഇത് കൊടുത്തിട്ട് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ടാ. എന്നിട്ട് പിന്നെ ആ ഉടുപ്പ് എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായി. പക്ഷെ എനിക്ക് ഞാൻ മനസ്സിൽ ഒരു അറബിക് ഗൗണൊക്കെ വെച്ച് നോക്കിയോണ്ട് തന്നെ എനിക്ക് പക്ക അടിപൊളിയായി എനിക്ക് ഡ്രസ്സ് കിട്ടി ആ ഒരു ഫീൽ എനിക്ക് അപ്പോഴും തോന്നിയിരുന്നില്ല കേട്ടോ. എടുത്തിട്ട് വന്നപ്പോഴും ഇനി ഞാൻ എല്ലാവരും ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ നോർമൽ ഉടുപ്പ് വല്ലാണ്ട് അങ്ങനെ അടിപൊളി എന്ന് പറയാമെന്നായിരുന്നു എൻ്റെ മൈൻഡിൽ. പക്ഷെ പെരുന്നാളിന് എനിക്കത് ഇട്ട് ഫുള്ള് സെറ്റായി കമ്മലൊക്കെ ഇട്ട് വന്നപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടം, എല്ലാവരും നല്ല കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിരുന്നിട്ട് ഉടുപ്പ്. പെരുന്നാളിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കാണും. ഇപ്പോൾ ഏകദേശം എല്ലാവരും ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടാവും തോന്നുന്നു ഇൻസ്റ്റഗ്രാമിൽ ഇട്ടപ്പോൾ. എനിക്ക് നല്ലപോലെ അതുപോലെ പെരുന്നാളിൽ നിന്ന് എനിക്ക് ഒരുങ്ങി ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ എനിക്ക് ആ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കളർ എനിക്ക് നല്ല മാച്ച് ആവേണ്ടിയിരുന്നു കേട്ടോ. അങ്ങനെ ഡ്രസ്സുകൾ മൊത്തം വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തി. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങി വീട്ടിലെത്തി. അപ്പോൾ ഇനി പെരുന്നാൾ വ്ളോഗൊക്കെ ആയിട്ട് കാണാട്ടെ. അപ്പോൾ ഈ വ്ളോഗ് ഞാനിവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ ബൈ, സീ യു. ഞങ്ങളോട് പിന്നെ ഇനി പെരുന്നാളിൻ്റെ വ്ളോഗിൽ കാണാമെന്നൊക്കെ കൊണ്ട് പോയ ആൾ ഞാൻ പിറ്റേ ദിവസം വീണ്ടും ഷോൾ എടുക്കാൻ മറന്നു. ഷോളിൻ്റെ കാര്യം ഓർമ്മയെ കിട്ടിയില്ല. അപ്പോൾ ഷോൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ബർവ വില്ലേജിൽ തന്നെ റീഗൽ എന്നൊരു ഷോപ്പുണ്ട്. അവിടെ കുറേ ഷോൾ ഷിമ്മറായാലും ജോർജറ്റ് ആയാലും നമ്മളെ ഏത് ടൈപ്പായാലും കുറേ ഷോളുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അതിലേക്ക് ഞാൻ കോൺട്രാസ്റ്റ് ആദ്യം ഇടാൻ വിചാരിച്ചു. കോൺട്രാസ്റ്റ് ഇട്ട് നോക്കുമ്പോൾ ബൈക്ക് അങ്ങോട്ട് സെറ്റായിട്ട് മാച്ച് വരുന്നില്ല. പിന്നെ അതേ സെയിം കളർ തന്നെ എടുത്ത്. അവിടെ അധികം റേറ്റും ഇല്ല കേട്ടോ, 15 ആ റേഞ്ചിലുള്ളൂ ഷാളുകൾ. അപ്പോൾ പിന്നെ അവിടുന്ന് ഷാൾ കൊടുത്ത് എനിക്ക് ചെയിൻ നല്ല ഇഷ്ടമായി. അപ്പോൾ അത് കൊടുത്തു. പക്ഷേ വേറൊരു കാര്യം, ചെയിന് പെരുന്നാളിൻ്റെ അന്ന് ഇടാൻ മറന്നുപോയി. അതാണ് ഏറ്റവും വലിയ കാര്യം ഉണ്ടായത്.